കുഞ്ഞുമണികളെ, കഥ കേൾക്കാൻ റെഡിയാണോ? ഇന്ന് പറയാൻ പോകുന്നതേ അധ്വാനിയായ ഒരു 8 വയസ്സുകാരന്റെ കഥയാണ്. ഇതേ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സംഭവമാണ് കേട്ടോ. ഇന്നത്തെ നമ്മുടെ കഥയിലെ നായകൻ കുട്ടിയായിരുന്നപ്പോൾ, അദ്ദേഹത്തിന് 8 വയസ്സുള്ളപ്പോൾ സംഭവിച്ച കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. പിന്നീട് അദ്ദേഹം വളർന്നപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ തന്നെ അഭിമാനമായി മാറി. ആരാണെന്ന് ഞാൻ പറയാം, പക്ഷെ അതിനു മുമ്പ് ഈ കുട്ടിക്കാല കഥ നമുക്ക് കേൾക്കാം. അധ്വാനിയായ ആ 8 വയസ്സുകാരന്റെ പേരാണ് അബ്ദുൾ. രാമനാഥസ്വാമി ക്ഷേത്രവും പാമ്പൻ പാലവും ഗന്ധമാദന പർവ്വതവും ഒത്തുചേർന്ന രാമേശ്വരം എന്ന മനോഹരമായ സ്ഥലം, അവിടെയാണ് അബ്ദുൾ എന്ന കുട്ടി ജനിച്ചത്. കടലിനോട് ചേർന്നുള്ള സ്ഥലമായതുകൊണ്ട് അവിടെ എപ്പോഴും തിരമാലകളുടെ ശബ്ദം കേൾക്കാമായിരുന്നു. അബ്ദുളിന്റെ കുട്ടിക്കാലത്താണ് 2ാം ലോക മഹായുദ്ധം എന്ന് പറയുന്ന ഒരു വലിയ യുദ്ധം തുടങ്ങിയത്. അങ്ങനെ ഒരു യുദ്ധം തുടങ്ങിയപ്പോൾ നാട്ടിൽ പലതരത്തിലുള്ള നിയന്ത്രണങ്ങളും വന്നു. നാട്ടിലാകെ വല്ലാത്തൊരവസ്ഥ. ആൾക്കാർക്ക് ആവശ്യത്തിന് ആഹാരവും വസ്ത്രവും ഒന്നും കിട്ടാനില്ലാത്ത അവസ്ഥ. നമ്മുടെ അബ്ദുളിന്റേത് ഒരു കൂട്ടുകുടുംബമായിരുന്നു. എന്താണ് കൂട്ടുകുടുംബം എന്നറിയാമോ? അച്ഛൻ, അമ്മ, കുട്ടികൾ, അപ്പൂപ്പൻ, അമ്മൂമ്മ, അമ്മാവന്മാർ, അമ്മായിമാർ, വല്യച്ഛൻ, വല്യമ്മ, ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ഒരുമിച്ച് ഒരു വീട്ടിൽ താമസിക്കുന്നു. ഒരൊറ്റ കുടുംബമായി. അതിനെയാണ് നമ്മള് കൂട്ടുകുടുംബം എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് ആൾക്കാരുള്ള ഒരു കൂട്ടുകുടുംബമായിരുന്നു നമ്മുടെ അബ്ദുളിന്റേത്. എല്ലാവർക്കും ആഹാരം കൊടുക്കാൻ അമ്മയും മുത്തശ്ശിയും നന്നേ കഷ്ടപ്പെട്ടിരുന്നു. അബ്ദുളിന് അന്ന് വെറും 8 വയസ്സാണ് പ്രായം. വീട്ടിലെപ്പോഴും ആദ്യം കുട്ടികൾക്കാണ് ആഹാരം വിളമ്പിയിരുന്നത്. വീട്ടിലെ മുതിർന്നവരും കഴിച്ചു കഴിഞ്ഞാൽ മിക്ക ദിവസങ്ങളിലും അമ്മയ്ക്കും മുത്തശ്ശിക്കും കഴിക്കാനായി വളരെ കുറച്ച് ആഹാരം മാത്രമാണ് ബാക്കിയുണ്ടായിരുന്നത്. പക്ഷേ ആ ഇല്ലായ്മയൊന്നും അവർ ഒരിക്കലും പുറത്തു കാണിച്ചിരുന്നില്ല. മറ്റുള്ളവർ വയറു നിറയെ ആഹാരം കഴിക്കുന്നത് കാണുന്നതായിരുന്നു അവരുടെ സന്തോഷം. 8 വയസ്സേ ആയിട്ടുള്ളൂവെങ്കിലും വീട്ടുകാരെ സഹായിക്കാൻ തന്നാലാവുന്നത് ചെയ്യണം എന്ന് അബ്ദുൾ മനസ്സിലുറപ്പിച്ചു. അപ്പോഴാണ് ഈ പുളിങ്കുരു ശേഖരിച്ച് കടകളിൽ കൊടുത്താൽ കാശ് കിട്ടുമെന്ന് അബ്ദുളിന് മനസ്സിലായി. ഈ പുളിങ്കുരു കൊണ്ട് എന്താണ് ഉപയോഗമെന്ന് അറിയില്ലായിരുന്നുവെങ്കിലും പൈസ കിട്ടും എന്നതിനാൽ അബ്ദുൾ പുളിങ്കുരു ശേഖരിക്കുവാൻ തുടങ്ങി. ഓരോ ദിവസവും ശേഖരിക്കുന്ന പുളിങ്കുരു കടയിൽ കൊണ്ടു കൊടുക്കുമ്പോൾ കടക്കാരൻ അവന് ഒരണ എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു നാണയമാണ്. ഒരണ അബ്ദുളിന് നൽകുമായിരുന്നു. അബ്ദുളിന്റെ കുട്ടിക്കാലത്ത് പുറം ലോകത്തെ വാർത്തകൾ അറിയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം പത്രമായിരുന്നു. പത്രം വിതരണം ചെയ്തിരുന്ന ഏജൻസി നടത്തിയിരുന്നത് അവന്റെ ബന്ധുവായ ഷംസുദ്ദീനാണ്. അധികം യാത്ര ചെയ്യുകയോ വിദ്യാഭ്യാസം നേടുകയോ ചെയ്ത ഒരാളായിരുന്നില്ല. എങ്കിലും ഷംസുദ്ദീന് എഴുതാനും വായിക്കാനും ഒക്കെ അറിയുമായിരുന്നു. അബ്ദുളിനെ അദ്ദേഹം വളരെയധികം പ്രോത്സാഹിപ്പിച്ചിരുന്നു. അബ്ദുളിന്റെ നാട്ടിലെ ഒരേ ഒരു പത്രവിതരണ ഏജൻസി ആയിരുന്നു ഷംസുദ്ദീന്റേത്. നമ്മുടെ സ്വാതന്ത്ര്യ സമരമൊക്കെ അങ്ങനെ കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന അക്കാലത്ത് വളരെ ആവേശത്തോടു കൂടിയാണ് നാട്ടുകാർ ആ വാർത്തകളൊക്കെ പത്രത്തിലൂടെ വായിച്ചു മനസ്സിലാക്കിയിരുന്നത്. എല്ലാ ദിവസവും രാവിലത്തെ ട്രെയിനിൽ പത്രം സ്റ്റേഷനിലെത്തും. അവിടെ നിന്ന് അതെടുത്ത് വായനക്കാരുടെ അടുത്ത് എത്തിക്കുന്നത് ഷംസുദ്ദീനാണ്. അത് അദ്ദേഹം വളരെ ഭംഗിയായി തന്നെ ചെയ്തു പോന്നു.
അങ്ങനെയിരിക്കെ ലോകമഹായുദ്ധവുമായി ബന്ധപ്പെട്ട് നാട്ടിൽ നിലവിൽ വന്ന നിയന്ത്രണങ്ങൾ പത്രവിതരണത്തെയും ബാധിച്ചു. രാവിലത്തെ ട്രെയിനിന് രാമേശ്വരത്തുണ്ടായിരുന്ന സ്റ്റോപ്പ് നിർത്തലാക്കി. പക്ഷേ ഷംസുദ്ദീൻ ഒരു മാർഗം കണ്ടെത്തി. രാമേശ്വരം റോഡ് എന്ന സ്ഥലത്തുകൂടി ട്രെയിൻ കടന്നു പോകുമ്പോൾ അതിൽ നിന്നും പത്രക്കെട്ടുകൾ പുറത്തേക്ക് എറിഞ്ഞു തരണമെന്ന് ഷംസുദ്ദീൻ ഒരാളെ ചട്ടം കെട്ടി. അങ്ങനെ ലഭിക്കുന്ന പത്രക്കെട്ടുകൾ അബ്ദുൾ എടുത്തുകൊണ്ടുപോയി വിതരണം ചെയ്യണം. ഈ ജോലി ചെയ്യുന്നതിന് ഷംസുദ്ദീൻ അവന് ചെറിയൊരു ശമ്പളവും നൽകാമെന്നേറ്റു. തന്റെ ഈ വരുമാനം വീട്ടുകാർക്കും ഒരാശ്വാസമാകുമല്ലോ എന്നോർത്തപ്പോൾ അവൻ വളരെ സന്തോഷത്തോടെ തന്നെ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. അങ്ങനെ 8ാമത്തെ വയസ്സിൽ അബ്ദുൾ ഒരു ശമ്പളക്കാരനായി മാറി. അബ്ദുളിന് കണക്ക് വളരെ ഇഷ്ടമുള്ള വിഷയമായിരുന്നു. അതിനാൽ അച്ഛൻ അവന് ഒരു ട്യൂഷൻ ഏർപ്പാടാക്കി. വെളുപ്പിനെ 4 മണിക്ക് ക്ലാസ്സിലെത്തണം. കുളിച്ചതിന് ശേഷം മാത്രമേ ക്ലാസ്സിൽ വരാൻ പാടുള്ളൂ എന്ന് അധ്യാപകൻ പ്രത്യേകം പറഞ്ഞിരുന്നു. ആഷിയമ്മ, അബ്ദുളിന്റെ അമ്മ, അതിരാവിലെ മകനെ വിളിച്ചുണർത്തും. കുളിച്ച് വൃത്തിയായ ശേഷം അബ്ദുൾ കൃത്യം 4 മണിക്ക് തന്നെ ക്ലാസ്സിലെത്തും. പിന്നെ 1 മണിക്കൂർ കണക്ക് പഠിത്തം. തിരികെ വീട്ടിലെത്തുമ്പോഴേക്കും അച്ഛൻ തയ്യാറായി നിൽക്കുന്നുണ്ടാവും ഖുറാൻ ക്ലാസ്സിൽ കൊണ്ടുവിടാൻ. ഖുറാൻ പഠനം കഴിഞ്ഞാൽ ഉടനെ രാമേശ്വരം റോഡ് ലക്ഷ്യമാക്കി വേഗത്തിലോടും. ട്രെയിനിൽ നിന്നും ഏത് നിമിഷവും പുറത്തേക്ക് പറന്നു വരാൻ പോകുന്ന പത്രക്കെട്ട് എടുക്കാനായി അവൻ തയ്യാറായി നിൽക്കും. പത്രം അബ്ദുൾ എടുത്തുവന്ന് കണ്ടു കഴിയുമ്പോൾ ട്രെയിനിലുള്ള ഷംസുദ്ദീന്റെ പരിചയക്കാരൻ അവനെ കൈവീശി കാണിക്കും. പിന്നീട് 1 മണിക്കൂർ നേരം അവൻ വീടാന്തരം കയറിയിറങ്ങി ആളുകൾക്ക് പത്രം വിതരണം ചെയ്യും. ഒരു കൊച്ചുകുട്ടി രാവിലെ പത്രമിടാൻ ചെല്ലുന്നത് അവർക്ക് കൗതുകകരമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ വളരെ സ്നേഹപൂർവ്വം അവനോട് വിശേഷങ്ങളൊക്കെ ചോദിക്കും. പെട്ടെന്ന് പൊയ്ക്കോളൂ, സ്കൂളിൽ പോകേണ്ടതല്ലേ എന്നൊക്കെ സ്നേഹപൂർവ്വം പറയുകയും ചെയ്യും. 8 മണിയായാൽ അവനോടി വീട്ടിലെത്തും. അപ്പോഴേക്കും അമ്മ പ്രാതൽ റെഡിയാക്കി കാത്തു നിൽക്കുന്നുണ്ടാവും. വളരെ ലളിതമായിരിക്കും പ്രഭാത ഭക്ഷണം. അമ്മയ്ക്കറിയാം അവൻ വളരെ ക്ഷീണിച്ചാണ് വരുന്നതെന്നും നല്ല വിശപ്പുണ്ടാകുമെന്നും. അതുകൊണ്ട് തന്നെ അല്പം പോലും ബാക്കി വയ്ക്കാതെ കഴിക്കണമെന്ന് അമ്മയ്ക്ക് നിർബന്ധമായിരുന്നു. വൈകിട്ട് സ്കൂൾ വിട്ടു കഴിഞ്ഞാൽ അവൻ പത്രത്തിന്റെ കാശ് പിരിക്കാൻ പോകും. ഓരോ ദിവസവും പിരിവ് കഴിഞ്ഞ് ഷംസുദ്ദീനെ കാണാൻ പോകും. അദ്ദേഹത്തിന്റെ കൂടെ ജലാലുദ്ദീനും ഉണ്ടാകും. അന്നത്തെ കണക്കെല്ലാം കൃത്യമായി ഷംസുദ്ദീനെ ബോധ്യപ്പെടുത്തും. അതിനുശേഷം ഷംസുദ്ദീൻ പത്രമെടുത്ത് വാർത്തകൾ ഓരോന്നായി വായിക്കാൻ തുടങ്ങും. ആ വായന കേട്ടിരിക്കാൻ അബ്ദുളിന് വളരെ ഇഷ്ടമായിരുന്നു. ഗാന്ധിജിയെക്കുറിച്ചും സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചും പെരിയാർ EV രാമസ്വാമിയെക്കുറിച്ചും 2ാം ലോക മഹായുദ്ധത്തെക്കുറിച്ചും ഹിറ്റ്ലറെ കുറിച്ചുമൊക്കെ അവൻ അറിഞ്ഞത് അത്തരം വായനകളിലൂടെയായിരുന്നു. എന്നെങ്കിലും ഒരിക്കൽ പത്രങ്ങളിലൂടെ വായിച്ചറിഞ്ഞ ബോംബെ, കൽക്കട്ട തുടങ്ങിയ മഹാനഗരങ്ങൾ സന്ദർശിക്കണം എന്നവൻ ആഗ്രഹിച്ചിരുന്നു. എപ്പോഴെങ്കിലും താൻ ഗാന്ധിയെയോ നെഹ്റുവിനെയോ നേരിട്ട് കാണാൻ ഇടയായാൽ എന്തായിരിക്കും അവരോട് ചോദിക്കുക എന്നൊക്കെ അവൻ ചിന്തിക്കുമായിരുന്നു. അവരുടെ ഈ കൂടിച്ചേരലുകൾ അറിവിന്റെ അതിവിശാലമായ ലോകം അവന് മുന്നിൽ തുറന്നുകൊടുത്തു. വിശദമായ പത്രവായനയ്ക്കും ചർച്ചകൾക്കും ശേഷം അവർ പിരിയും. അതിനുശേഷം കുറച്ചു നേരം തന്റെ കൂട്ടുകാർക്കൊപ്പം അബ്ദുൾ കളിക്കാൻ പോകും. തിരികെ വീട്ടിലെത്തി ആഹാരമൊക്കെ കഴിച്ച് ഗൃഹപാഠവും ചെയ്ത് കഴിയുമ്പോഴേക്കും ഏകദേശം 9 മണിയായിട്ടുണ്ടാവും. രാവിലെ മുതൽ തുടങ്ങുന്ന ഓട്ടത്തിന്റെ ക്ഷീണത്താൽ അവൻ പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോകുമായിരുന്നു. ഏകദേശം 1 വർഷത്തോളം അബ്ദുളിന്റെ ദിനചര്യ ഇങ്ങനെ തന്നെയായിരുന്നു. അതവനെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു. പത്രത്തിന്റെ പിന്നാലെയുള്ള ഓട്ടത്തിനിടയിൽ അവന് കുറെ കൂടി പൊക്കം വച്ചു. അവൻ കുറച്ചുകൂടി ഇരുണ്ടതാവുകയും ചെയ്തു.
എത്ര വേഗത്തിൽ ഓടിയാൽ കൃത്യസമയത്ത് രാമേശ്വരം റോഡിൽ എത്താമെന്നും പത്രം വിതരണം ചെയ്യാനായി ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് എത്ര വേഗത്തിൽ ഓടണമെന്നും അവന് കൃത്യമായി അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ എത്തേണ്ട ഇടങ്ങളിലെല്ലാം കൃത്യസമയത്തെത്താൻ തന്റെ കണക്കുകൂട്ടലുകൾ അവനെ സഹായിച്ചു. ഷംസുദ്ദീന് പത്രത്തിന്റെ പൈസ എത്ര പേര് കൊടുത്തു, ഇനി എത്ര പേര് കൊടുക്കാനുണ്ട്, ഇതെല്ലാം അവന് മനപാഠമായിരുന്നു. രാമേശ്വരം ധനുഷ്കോടി മെയിൽ ഒരിക്കലും തനിക്ക് വേണ്ടി കാത്തു നിൽക്കുകയില്ല എന്ന് അവനറിയാമായിരുന്നു. അതുകൊണ്ട് വായുവിൽ പറന്നു വരുന്ന പത്രം പിടിക്കാനായി കൃത്യസമയത്ത് കൃത്യസ്ഥലത്ത് താൻ ഉണ്ടാവണമെന്ന് അബ്ദുളിന് നിർബന്ധമായിരുന്നു. ഷംസുദ്ദീൻ തന്നെ ഏൽപ്പിച്ച ജോലി ഏറ്റവും ഭംഗിയായി ചെയ്തു പോന്നു എന്നത് അബ്ദുളിന് ഏറെ അഭിമാനമായിരുന്നു. പലപ്പോഴും ഈ കഠിനാധ്വാനം അവന്റെ അമ്മയ്ക്ക് വളരെ സങ്കടമുണ്ടാക്കി. അതേസമയം ഈ ചെറുപ്രായത്തിൽ കുടുംബത്തിന് വേണ്ടിയുള്ള അവന്റെ അധ്വാനത്തിൽ അമ്മ അഭിമാനിക്കുകയും ചെയ്തിരുന്നു. അമ്മയുടെ മനസ്സിൽ തന്നെ ഓർത്തുള്ള അഭിമാനം തന്റെ മുന്നിലുള്ള വെല്ലുവിളികളെ പുഞ്ചിരിയോടെ നേരിടാൻ ആ 8 വയസ്സുകാരനെ പ്രാപ്തനാക്കിയിരുന്നു. കുഞ്ഞുമണികളെ, ഈ കഥയിലെ അബ്ദുൾ, അധ്വാനിയായ അബ്ദുൾ മുതിർന്നപ്പോൾ ആരായി തീർന്നുവെന്ന് നിങ്ങൾക്കറിയാമോ? ഇന്ത്യയുടെ മിസൈൽ മാൻ, ജനങ്ങളുടെ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാം. സ്വപ്നം കാണുക, ഊർജത്തോടെ പ്രവർത്തിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിത ദർശനം. അദ്ദേഹത്തിന്റെ ആത്മകഥയെ ആസ്പദമാക്കി അദ്ദേഹത്തിന്റെ കുട്ടിക്കാല കഥകൾ കുഞ്ഞുങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പുസ്തകം തയ്യാറാക്കിയിരുന്നു. അബ്ദുൽ കലാം എന്ന കുട്ടി. പുസ്തകം പുറത്തിറക്കിയത് കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ആ പുസ്തകത്തിൽ നിന്നുള്ള ഒരു കഥയാണ് ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ പറഞ്ഞത്. കഥ ഇഷ്ടമായോ? നമ്മുടെ ആപ്പിൾ സ്റ്റോറി ക്ലബിലേക്ക് ഞങ്ങൾ കഥകൾ കേൾക്കുന്നുണ്ട്, കഥകൾ ഒരുപാട് ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് കുഞ്ഞുമണികളുടെ മെസ്സേജുകൾ വന്നിട്ടുണ്ട്. പേര് പറയട്ടെ. ധ്വനി ദിലീപ് എന്ന നിയാക്കുട്ടി, ശിവ എന്ന കിങ്ങിണിക്കുട്ടി, ഈവമോളെ, നൈനിക കണ്ണൻ, ആവ്നി, ആദിദേവ് ആർ നിഖിൽ, ഐനു എന്ന ഐന്തിക, അല്ലു എന്ന അലക്സ്റ്റീന, ഹെയ്സു എന്ന ഹെയ്സൽ, നിവ എന്ന നിവാനിക്കുട്ടി, നന്ദിത മോളെ, പ്രയാഗ്. പ്രയാഗിന്റെ ബർത്ത്ഡേ ഒക്ടോബർ 23 സോറി, കുറച്ച് ലേറ്റ് ആയി പോയി. ഹാപ്പി ബർത്ത്ഡേ ഡിയർ. ഇനി നവംബർ 6 ഗാഥമോളുടെ ബർത്ത്ഡേ ആണ്. ഗാഥമോളെ, വിഷിംഗ് യു എ വെരി വെരി ഹാപ്പി ബർത്ത്ഡേ. റിയാൻഷ് MS എന്ന കിച്ലുകുട്ടി, ഇഷാര അരുൺ എന്ന സുബ്രുക്കുട്ടി. എല്ലാവർക്കും നിറയെ സ്നേഹം. ചക്കരകൾക്ക് ചക്കരയുമ്മ ഉമ്മ. ഓക്കേ, അപ്പോ നമുക്കിനി മറ്റൊരു കഥയുമായി കാണാം. ടാറ്റാ.